പാലാ രൂപതയിലെ 152 സ്കൂളുകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള വിവിധ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ 4 അവാർഡുകൾ കരസ്ഥമാക്കിയ മഞ്ഞാമറ്റം മറ്റക്കര സെൻറ് ആൻ്റണീസ് LP സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും കാർഷിക വിപ്ലവം ശ്രദ്ധേയമാകുന്നു. ഏറ്റവും നല്ല കാർഷിക പ്രവർത്തനങ്ങൾ, ഏറ്റവും നല്ല കർഷക അധ്യാപകൻ, ഏറ്റവും നല്ല കർഷക വിദ്യാർത്ഥി തുടങ്ങി 4 അവാർഡുകളാണ് കാർഷിക മേഖലയിൽ തന്നെ പുതിയ ഒരു ചുവടുവെപ്പ് നടത്തിയ ഈ സ്കൂളിനെ തേടിയെത്തിയത്. പാലാ രൂപതയിലെ മറ്റക്കര സെൻറ് ആൻ്റണീസ് LP സ്കൂളിലെ അധ്യാപകരും കുട്ടികളുമാണ് ഇവിടെ നിൽക്കുന്നത്. പാലാ കോർപ്പറേറ്റും PSWS ഓഫീസും സംയുക്തമായി ചേർന്ന് കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായിട്ട് നടത്തിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു കുട്ടികളും കൃഷിയിലേക്ക് എന്നത്. ഞങ്ങളുടെ ഈ സ്കൂളിൽ കഴിഞ്ഞ വർഷവും മികച്ച രീതിയിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്തു വന്നിരുന്നു. ഈ വർഷം രൂപത ഏർപ്പെടുത്തിയ ഈ മത്സരത്തിൽ ഞങ്ങളും പങ്കാളികളായി. ജൂൺ മാസം മുതൽക്ക് തന്നെ കുട്ടികൾക്ക് ആവശ്യമായ പച്ചക്കറികൾ ജൈവവളം ചേർത്ത് ഈ സ്കൂളിൻ്റെ ചുറ്റുമായി ഞങ്ങൾ നട്ട് വളർത്തി പരിപാലിക്കുന്നു. എല്ലാത്തരം പച്ചക്കറികളും നമ്മൾ ഇന്നത്തെ ചുറ്റുപാടിൽ വളരുന്നവ എല്ലാം തന്നെ ഈ സ്കൂൾ അങ്കണത്തിൽ ഞങ്ങൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സന്തോഷകരവും ഏറ്റവും വിജയകരവുമായി ഇത് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ പാവൽ കൃഷിയായിരുന്നു. കുട്ടികൾക്ക് ആവശ്യമുള്ള പാവൽക്ക ഞങ്ങൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആവശ്യം മറ്റുള്ളവർക്ക് വേണ്ടി കുട്ടികളിൽ ഒരു കണക്കിൻ്റെ തൂക്കവും കൂടി പഠിപ്പിക്കുന്നതിനായിട്ട് അത് കുട്ടികൾക്ക് തന്നെ കച്ചവടം ചെയ്യുന്ന ഒരു രീതിയും ഞങ്ങൾ ആവിഷ്കരിച്ചു. ഞങ്ങൾ സമീപത്തെ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ ആവശ്യക്കാർക്കുമായി ഞങ്ങൾ ഈ പാവയ്ക്ക വിൽക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ മിച്ചം വന്നവ ഞങ്ങൾ സ്കൂളിൽ തന്നെ ഉണങ്ങി സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സ്കൂൾ മുറ്റത്ത് കോവൽ കൃഷി ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, വിവിധ തരം ചീരകൾ, ചേമ്പ്, ചേന, പടവലം, പയർ മുതലായവയെല്ലാം നമ്മൾ ആവശ്യത്തിന് ഇവിടെ ഈ സ്കൂളിൽ നമ്മൾ കൃഷി ചെയ്ത് ഇന്ന് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ പെടുത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു കാര്യം, വളരെ സ്വാദോടെ കുട്ടികൾ ഈ ഉച്ചഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അധ്യാപകരായ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഏറെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഓർക്കുന്നത് FCC മാനേജ്മെൻറ്റ് കൃഷി ചെയ്യുന്നതിനായിട്ട് ഇത്രയും സ്ഥലം വിട്ടു തന്നതുകൊണ്ടാണ് നമുക്കിത് കൃഷി ചെയ്യാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ PTA-കാരുടെ പരമാവധി സഹകരണവും ഈ പ്രോജക്റ്റ് വിജയത്തിൽ എത്തിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. 4 അവാർഡുകൾ ഈ വർഷം പാലാ കോർപ്പറേറ്റ് ഏർപ്പെടുത്തിയത് ഞങ്ങൾക്ക് ഈ സെൻറ് ആൻ്റണീസ് LP സ്കൂളിന് സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചു. ഏറ്റവും മികച്ച കൃഷി പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച LP സ്കൂള്, അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച PTA, ഏറ്റവും മികച്ച കർഷക അധ്യാപകൻ, ഏറ്റവും മികച്ച കർഷക വിദ്യാർത്ഥി എന്നീ 4 അവാർഡുകൾ ഞങ്ങൾക്ക് സ്വന്തമാക്കുന്നതിനായിട്ട് സാധിച്ചു. മുഴുവൻ കുട്ടികൾക്കും അകലക്കുന്നം കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ മുഴുവൻ കുട്ടികൾക്കും വിവിധതരം പച്ചക്കറി വിത്തുകൾ ഞങ്ങൾ വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പച്ചക്കറി വിത്തുകൾ കുട്ടികൾ വീടുകളിൽ നടുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ടീച്ചേഴ്സിന് അയച്ചു തരികയും അതിൽ നിന്നും ഏറ്റവും മികച്ച 2 കുട്ടി കർഷകരെ നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവരെയും ഞങ്ങൾ ഏറെ സന്തോഷത്തോടെ ഓർക്കുകയാണ്, ഏറെ അഭിമാനത്തോടെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 3-ാം ക്ലാസ്സിലെ ദേവ്, 4-ാം ക്ലാസ്സിലെ അനുഷ്ക നിഷ് എന്നീ 2 കുട്ടികളാണ് മികച്ച കർഷകരായിട്ട് ഈ സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മാസം മുൻപ് നല്ലൊരു പാവൽ കൃഷി നടത്തിയിരുന്ന സ്ഥലമായിരുന്നു ഇത്. വളരെയധികം വിളവ് നൽകിയ ഈ പാവൽ കൃഷിക്ക് ശേഷം ഇപ്പോൾ ഞങ്ങൾ ആ തടത്തിൽ വീണ്ടും കോവൽ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അത് വിളവ് നൽകാൻ പാകത്തിന് നന്നായിട്ട് അത് കയറി വരുന്നുണ്ട്. ശീതകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളിൻ എന്നിവയുടെ ശേഖരണമാണ് ഇത്. ഇതിന് സമയാസമയങ്ങളിൽ ഇത് വിളവെടുപ്പ് നടത്തി കുട്ടികൾക്ക് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് ഏറെ ഉപകാരപ്രദമായ ഇലവർഗത്തിൽപ്പെട്ട ഒരു മലേഷ്യൻ ചീര ഞങ്ങളിവിടെ കൃഷി ചെയ്തിരിക്കുകയാണ്. ഇത് ആഴ്ചയിൽ 1 നമ്മൾ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് ഇലക്കറി ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നു. ഇലക്കറിയിൽ മിക്കവാറും കുട്ടികൾ ഏറെ താല്പര്യത്തോടെ കഴിക്കുന്ന ഒന്നാണ് ഈ മലേഷ്യൻ ചീരയും അതിനകത്ത് മുട്ടയും കൂടി ചേർത്ത് തോരൻ വെച്ചാണ് കുട്ടികൾക്ക് നൽകുന്നത്.
അതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യത്തിന് മിച്ചം ചേമ്പുകൾ നമുക്ക് ഇവിടെയുണ്ട്. ചേമ്പ് നമ്മൾ സാമ്പാറിനകത്തും അല്ലാതെ ചാറ് വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് മത്തയും ഇവിടെ ഉണ്ടായിരുന്നു. പുസ്തക പഠനത്തോടൊപ്പം തന്നെ കാർഷിക മേഖലയോടുള്ള ആഭിമുഖ്യം കുട്ടികളിൽ വളർത്താൻ സ്കൂളുകളിൽ നടത്തുന്ന ഇത്തരം പദ്ധതികൾ സഹായകമാകുന്നുണ്ട്.